നമസ്കാരം ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ. നമസ്കാരം. ശ്രീ ഉത്തരാഖണ്ഡ് സർക്കാർ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കും പള്ളികൾക്കും ഒക്കെ എതിരെ കർശന നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും ഇതിനെ വർഗീയത എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും വാർത്തകൾ കൊടുക്കുന്നത്, നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് കൃത്യമായി എവിടെ നിന്നാണ് ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്ക് ഫണ്ട് ലഭിക്കുന്നതെന്നും ഏതൊക്കെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നതെന്നും എന്നൊക്കെ അന്വേഷണ വിധേയമാകാൻ സാധ്യതയുണ്ടെന്നും കാണുന്നു. എങ്ങനെയാണ് പൊതുവിൽ താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് ഒരു യഥാർത്ഥ മതേതര ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്നത്. കാരണം ഞാനിത് വിശദമായിട്ട് കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ ഒക്ടോബർ സമയത്തപ്പോഴാണ് മുഖ്യമന്ത്രി വിശദമായിട്ട് ഒരു സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യുക, പാഠ്യപദ്ധതി സർക്കാർ പറയുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി ഉറപ്പിലാക്കുക, അതിന്റെ ലീഗാലിറ്റി ഉറപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ രണ്ട് തരത്തിലുള്ള വിദ്യാലയങ്ങളാണ് കാണാറ്. ഒന്ന്, സർക്കാർ പറയുന്ന സർക്കാർ കരിക്കുലം പഠിപ്പിക്കുന്ന സാധാരണ വിദ്യാലയങ്ങൾ. രണ്ടാമത് കാണുന്ന ഒരു പ്രധാന ഏരിയയാണ് മദ്രസകൾ. മദ്രസകൾ നമ്മൾ കാണുന്നത് പോലെ പ്രധാനമായും മുസ്ലിം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം കുറെയൊക്കെ പാഠ്യപദ്ധതിയും കൊടുക്കുന്ന രീതിയിലാണ് മദ്രസകൾ പ്രവർത്തിക്കുന്നത്. ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ഒരു അതായത് എത്ര മദ്രസകൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് പരിശോധനയ്ക്കിടയ്ക്ക് 200ഓളം മദ്രസകളാണ് അവര് ഉത്തരാഖണ്ഡിൽ മാത്രം ഇല്ലീഗലായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഡെറാഡൂണിൽ 58ഓളം മദ്രസകൾ ഇല്ലീഗലായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം ഇല്ലീഗലായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്ക് അവർക്ക് രജിസ്റ്റർ ചെയ്യാനും മൂന്ന് കാര്യങ്ങളാണ് സർക്കാർ അവരോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾ ഇല്ലീഗൽ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രണ്ട്, നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ, അതായത് നിങ്ങൾ അനധികൃതമായി കൈകേറിയ ഭൂമിയാണെങ്കിൽ അത് പറ്റില്ല, നിങ്ങളുടെ ഭൂമിയുടെ ഓണർഷിപ്പ് നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മൂന്ന്, സർക്കാർ നിഷ്കർഷിക്കുന്ന കരിക്കുലം ഉറപ്പുവരുത്തുക. അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പാഠാവലി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന അതേ പരിപാടി. അതിനുശേഷം കുറേയേറെ മദ്രസകൾ ഇതനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി, അവർ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തി, പാഠ്യപദ്ധതി സർക്കാർ നിഷ്കർഷിക്കുന്ന പ്രകാരമാണെന്ന് ഉറപ്പുവരുത്തി, അവരുടെ ലാൻഡ് അല്ലെങ്കിൽ ഭൂമി അവർ കൈയേറിയതല്ല എന്ന് ഉറപ്പുവരുത്തി. ഇത് ചെയ്യാത്ത കുറെ മദ്രസകളുണ്ട്. അതായത് ഇനിയാണ് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പറയുന്ന സ്ഥാപനങ്ങൾ, അതായത് ഈ പറയുന്ന സർക്കാർ നിഷ്കർഷിച്ച കാര്യങ്ങൾ ഉറപ്പുവരുത്താത്ത മദ്രസകളെ സംബന്ധിച്ചിട്ട്, ഒന്ന്, അവര് സർക്കാർ പറയുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറല്ല. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അവർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് നടക്കുന്നില്ല. ഒന്ന്, കാരണം മദ്രസകളിൽ മതപഠനം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു സർക്കാർ ഭരണകൂടം എന്ന നിലയിൽ അവർ ഉറപ്പുവരുത്തേണ്ടത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ മദ്രസകൾ അനുവദിക്കുന്നതിന്റെ ഒരു കാരണം കുറെയെങ്കിലും ഇടത്ത് മുസ്ലിം കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എങ്കിൽ മദ്രസകൾ കൂടി അത് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ്. സത്യത്തിൽ എല്ലാ മതേതര സർക്കാരുകളും കുറെ കാലത്തിനുള്ളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും മതപഠന കേന്ദ്രങ്ങൾ സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാകാതെ മുഴുവൻ കുട്ടികളെയും സ്കൂളുകളിൽ കൊണ്ടുപോയി സയൻസും മാത്സും കമ്പ്യൂട്ടർ സയൻസും ഭാഷകളും ഒക്കെ പഠിപ്പിക്കണം. അല്ലാതെ മതഗ്രന്ഥങ്ങളല്ല കുട്ടികൾ പഠിക്കേണ്ടത്. പക്ഷെ എന്നാൽ പോലും താൽക്കാലികമായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല, ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തുന്നവരെ. പക്ഷെ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ഇത് ഉറപ്പുവരുത്തുന്നില്ല. അതായത് സർക്കാർ പറയുന്ന രീതിയിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ സർക്കാർ പറയുന്ന കരിക്കുലം ഉറപ്പുവരുത്തുന്നില്ല. അതായത് കുട്ടികളെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും പഠിപ്പിക്കുന്നില്ല, അവരെ മതം മാത്രമാണ് പഠിപ്പിക്കുന്നത്. അടുത്തൊരു വിഷയം, ഇവരുടെ വസ്തു കൈയേറിയതാണ് എന്നാണ്. കൈയേറിയ വസ്തു തിരിച്ചെടുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയല്ലേ? സർക്കാർ ഭൂമിയാണ്, അത് തിരിച്ചെടുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. ഇനിയൊരു കാര്യമുള്ളത്, ഇവിടെ പഠിക്കുന്ന ഇവരുടെ ലാൻഡ് നിയമാനുസൃതമാണോ എന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ഇവരുടെ കരിക്കുലം ഉറപ്പില്ല. ഇനി ഒരു പ്രധാന വസ്തുത, അടുത്ത സർക്കാർ പറഞ്ഞ കാര്യം ഇവരുടെ സാമ്പത്തിക സോഴ്സ് ഏതാണ് എന്ന് വെളിപ്പെടുത്തണമെന്നാണ്.
എന്തുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക സോഴ്സ് വെളിപ്പെടുത്തിക്കൂടാ? പ്രധാനമായും പല മദ്രസകളെ കുറിച്ചിട്ട് ഒരു ആരോപണം വന്നത് മറ്റ് പല മേഖലകളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായം കിട്ടുന്നു, അവിടെ ലഭിക്കുന്ന കുട്ടികളാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലാണ് എന്നൊന്നും നമുക്ക് ക്ലിയർ അല്ലല്ലോ. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം 10, 15, 20 വർഷത്തിനുള്ളിൽ തന്നെ ഏതൊക്കെ രീതിയിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി കൂടിയത്. മദ്രസ കേന്ദ്രീകരിച്ച് തന്നെ പലയിടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഇതെല്ലാം ഒഴിവാക്കി കുട്ടികൾക്ക്, അതായത് മുസ്ലിം കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അവരെ തീവ്രവാദ ശക്തികളുടെ കയ്യിലേക്ക് എത്തിപ്പെടാതെ നോക്കുക, ഇതൊക്കെ ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ അവരുടെ കടമയല്ലേ? ഇത് അവരുടെ കടമ മാത്രമാണോ? അല്ല. ഒരു സമൂഹം എന്ന നിലയിൽ എന്റെയും നിങ്ങളുടേതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വലിയൊരു കർത്തവ്യമല്ലേ ഇത്? അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന നടപടികളെയും ഏത് രീതിയിലും ഒരു മതേതര സമൂഹം അതിനോട് യോജിച്ചു പോവുകയല്ലേ വേണ്ടത്? ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ, താങ്കൾ പറഞ്ഞു തുടങ്ങിയത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ആയിരുന്നു. കാരണം ഉത്തരാഖണ്ഡ് സർക്കാർ ചെയ്ത് ഏതൊരു മതേതര സർക്കാരും ചെയ്യുന്നതാണ് എന്നുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങളായാലും ഇതിനെ വർഗീയത എന്നുള്ള രീതിയിൽ മാത്രമേ എഴുതി പിടിപ്പിക്കുകയുള്ളൂ എന്ന്. പക്ഷേ മതേതര കേരളം എന്ന് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ തീരെ മതേതരമല്ലാതെ ഇത്തരത്തിൽ വർഗീയമായി മാത്രം ചിന്തിക്കുന്നത് എന്നും ആലോചിക്കേണ്ടതല്ല? അതെ അതെ, അത് വെച്ചിരിക്കുന്ന കണ്ണാടിയുടെ നിറത്തിന്റെ പ്രശ്നമാണ്. കാരണം ചുവന്ന നിറത്തിലുള്ള കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ ചുവന്ന നിറത്തിലാണല്ലോ കാണുന്നത്. നമ്മുടെ ഒരു ഏതോ രീതിയിൽ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു ബയാസസ് നിലനിൽക്കുന്നുണ്ട്. അതായത് മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന എത്ര മോശം ആശയങ്ങളാണെങ്കിലും അതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കുക, അവരെ ഏത് രീതിയിലും അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ മോശം ചിന്താഗതികളെ പോലും എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധ പുസ്തകത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നിങ്ങൾ ജയിലിലാകുക, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പുറത്താകുക, ഇത്തരം പല കാര്യങ്ങളും പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തിന് സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. അതൊരു നാട്ടുനടപ്പാണ്. അതാണ് മതേതരത്വം എന്നൊരു മിഥ്യാധാരണ പലർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടും ന്യൂട്രലായിട്ടും എടുക്കപ്പെടുന്ന തീരുമാനങ്ങളെ ബയാസ്ഡ് എന്നും അല്ലെങ്കിൽ ന്യൂനപക്ഷ പീഡനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ പത്രക്കാരുടെ ഒരു പ്രധാന രീതിയാണ്. ഇനി ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു രസകരമായ കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ പത്രക്കാര്, കേരളം മീഡിയ പൊതുവെ കുറെ കൂടി ലെഫ്റ്റ് ലീനിയന്റ് ആണ്. അതായത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഏതൊക്കെ രീതിയിൽ പ്രയോജനം ഉണ്ടാകും ആ രീതിയിലൊക്കെ ഒരു പ്രൊപ്പഗണ്ട ഇറക്കും. ഉത്തരാഖണ്ഡ് സർക്കാർ മദ്രസകളെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടും മദ്രസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും ഉള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊരു പോസിറ്റീവ് വാർത്തയായിട്ട് ഇത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പകരം മദ്രസകളെ അടച്ചുപൂട്ടുന്നു എന്നൊരു വാർത്ത കൊടുക്കുന്നത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം അല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഇടതുപക്ഷ മാധ്യമങ്ങളെ കുറിച്ച് മാത്രമല്ല, BJP അല്ലെങ്കിൽ BJP സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും ഇതിനെ മദ്രസകളെ അടച്ചുപൂട്ടുന്നു എന്നൊരു ആംഗിളിൽ നിന്നാണ് കാണുന്നത്. അതിന് പകരം കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഈ മുസ്ലിം സമൂഹത്തിന് കൂടി ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന രീതിയിൽ മദ്രസകളെ നവീകരിക്കുന്നതിനും മുസ്ലിം കുട്ടികൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് നടത്തുന്നു എന്ന രീതിയിലും ആയിരുന്നു ഈ വാർത്ത ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുക്കേണ്ടത്.